തേവലക്കര സ്കൂൾ അപകടത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും ആദ്യത്തെ പ്രതികരണം. ഹെഡ്മാസ്റ്റർക്കും പ്രിൻസിപ്പലിനും എന്താണ് പണിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അപ്പോൾ ചോദിച്ചു. ഇലക്ട്രിക് ലൈൻ പോകുന്നത് അധ്യാപകരെല്ലാം കാണുന്നതല്ലേ, അനാസ്ഥ കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി നേരത്തെ പറഞ്ഞു. ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടിയും പറഞ്ഞു. സ്കൂൾ തുടങ്ങാറായല്ലോ. ഈ സമയത്ത് എങ്ങനെ ഈ കുട്ടി മുകളിൽ പോയി അവിടുത്തെ അധ്യാപകരും HM-ഉം അവിടുത്തെ മറ്റ് അധികാരികളും എല്ലാ ദിവസവും കാണുന്നില്ലേ ഇലക്ട്രിക് ലൈനും അതുള്ള കാര്യങ്ങൾ? അപ്പോൾ എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അതേ കൊടുത്തില്ലയോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി തന്നെ അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും അപാകത ആരുടെ പേരിലാണ് ഉണ്ടായി എന്നുള്ളത് നോക്കിയിട്ട് നടപടിയുണ്ടാവും.